കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. രംഗത്ത്. ഹിന്ദുക്കൾക്കെതിരായ തുറന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് ആരാധനാലയ നിയമത്തെ പിന്തുണച്ച് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് പുതിയ മുസ്ലിം ലീഗ് ആയിരിക്കുകയാണ് എന്നും ബി.ജെ.പി. തുറന്നടിച്ചു. പല പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികൾ നിർമ്മിച്ചതോ കയ്യേറ്റം നടന്നതോ ആയ സ്ഥലങ്ങളിൽ സർവേകൾക്ക് കോടതി നിർദ്ദേശം വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി നിയമലംഘനങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ നടപടികൾക്ക് തടയിടുക എന്നതാണ് കോൺഗ്രസിന്റെ ഈ നീക്കത്തിന് പിന്നിൽ എന്നാണ് കരുതപ്പെടുന്നതും. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവിയായ അമിത് മാളവ്യ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. മുൻ കാലഘട്ടങ്ങളിൽ ഹിന്ദുക്കളോട് ചെയ്തിരിക്കുന്ന അധീനതകൾ പരിഹരിക്കുന്നതിനുള്ള നിയമപരമായ നീക്കങ്ങൾക്കുള്ള ഹിന്ദുക്കളുടെ മൗലിക ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മതേതരത്വം സംരക്ഷിക്കുക എന്ന വ്യാജേന 1991 ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജി തള്ളണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. അതേസമയം ആർട്ടിക്കിൾ 14 നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും, ആർട്ടിക്കിൾ 15 മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ, ആർട്ടിക്കിൾ 25 ഒരാളുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള അവകാശം, ആർട്ടിക്കിൾ 26 ഒരു സമൂഹത്തിന് അവരുടെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം, ആർട്ടിക്കിൾ 29 പൗരന്മാരുടെ സാംസ്കാരിക അവകാശങ്ങളുടെ സംരക്ഷണം എന്നിവ പരാമർശിച്ചുപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതും. മുഗൾ ഇസ്ലാമിക ഭരണകാലത്ത് ഇസ്ലാമിസ്റ്റുകൾ കൈവശപ്പെടുത്തിയ ക്ഷേത്രം ഒരു കാരണവശാലും തിരികെ ഹിന്ദുക്കളുടെ കൈകളിലേക്ക് എത്താൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിന്റെ സാധുതയെക്കുറിച്ചുള്ള വാദം കേൾക്കലിൽ കക്ഷി ചേരാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നതും. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. നിയമത്തിൽ ഏതെങ്കിലും മാറ്റം വന്നാൽ രാജ്യത്തിന്റെ മതേതരത്വം അപകടത്തിലാകുമെന്നും കോൺഗ്രസ് പറയുന്നു. ആരാധനാ സ്ഥല നിയമത്തിലെ ഏതെങ്കിലും മാറ്റം ഇന്ത്യയുടെ മതപരമായ ഐക്യത്തിനും മതേതരത്വത്തിനും അപകടമുണ്ടാക്കുമെന്ന് ഭയപ്പെടുത്തുന്നതിനാൽ തന്നെ അതിന്റെ ഭരണഘടനാപരവും സാമൂഹികപരമായും പ്രാധാന്യം കോടതി വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും. അതേപോലെ തന്നെ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരോട് വിവേചനം കാണിക്കുന്നില്ല എന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു. അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നിയമത്തെ സുബ്രഹ്മണ്യ സ്വാമിയും അശ്വിനി ഉപാധ്യായയും മറ്റ് സംഘടനകളും എതിർത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമാഅത്തും ഹർജി സമർപ്പിച്ചു. ഈ വിഷയത്തിൽ ഗ്യാൻപാബി മസ്ജിദ് കമ്മിറ്റിയും പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നുവോ ആ തൽസ്ഥിതി തുടരണം എന്ന വ്യവസ്ഥ അടക്കമുള്ളവയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പി.വി. നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് പാർലമെന്റ് പാസാക്കിയ 1991 നിയമം അയോധ്യയിലെ രാമജന്മഭൂമി, ബാബറി മസ്ജിദ് ഒഴികെയുള്ള ആരാധനാലയങ്ങൾ പ്രവർത്തനം ചെയ്യുന്നത് നിരോധിക്കുകയും 1947 ഓഗസ്റ്റ് 15 നിലവിൽ വരുന്ന ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ ഹർജി സമർപ്പിച്ചിരുന്നു. സുപ്രധാനമായ ഒരു ഉത്തരവിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 12 സുപ്രീം കോടതി ഇന്ത്യയിൽ ഉടനീളമുള്ള വിചാരണ കോടതികളെ പുതിയ സ്യൂട്ടുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും സർവേകളിൽ ഉത്തരവിടുന്നതിൽ നിന്നും നിലവിലുള്ള കേസുകളിൽ നിന്നും ഒക്കെ തന്നെ വിധി പറയുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷയായ പ്രത്യേക ബെഞ്ചായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയതും. ജനുവരി 10 ഉത്തർപ്രദേശിലെ സംഫാലിലെ തർക്കമുള്ള ഷാഹി ജുമാ മസ്ജിദിന് സമീപമുള്ള കിണറ്റിൽ ഹിന്ദുക്കൾ പൂജ നടത്തുന്നത് പോലും സുപ്രീം കോടതി വിലക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.